കേരളത്തിലെ സർവകലാശാലകൾക്ക് മികച്ച നേട്ടം ആർജിക്കാൻ സാധിച്ചിട്ടുണ്ട്. സർവകലാശാലകളുടെയും കലാലയങ്ങളുടെയും ഗുണനിലവാര പരിശോധന നടത്തുന്ന റാങ്കിംഗ് പട്ടികയാണ് NIRF റാങ്കിംഗ്. കേരളത്തിലെ സർവകലാശാലകൾ മികച്ച പൊതു സർവകലാശാലകളുടെ ലിസ്റ്റിൽ വളരെ മികച്ച നിലയിൽ തന്നെ ഇടം പിടിച്ചിരിക്കുകയാണ്. കേരള സർവകലാശാലയ്ക്ക് 5ാം റാങ്കും കുസാറ്റിന് 6ാം റാങ്കുമാണ് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം കേരള സർവകലാശാലയ്ക്ക് 9ാം റാങ്കും കുസാറ്റിന് 10ാം റാങ്കും ആണ് ലഭിച്ചത്. നമ്മുടെ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അക്കാദമിക ഗുണനിലവാരവും പുരോഗതിയും പരിശോധിക്കുന്നതിന് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിംഗ് ഫ്രെയിംവർക്ക് പ്രവർത്തിക്കുകയാണ്. ആ റാങ്കിംഗ് ഫ്രെയിംവർക്കിൻ്റെ സർവേയുടെ അടിസ്ഥാനത്തിലാണ് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. കേരളത്തിലെ സർവകലാശാലകളും കലാലയങ്ങളും മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം, അധ്യാപക വിദ്യാർത്ഥി അനുപാതം, സ്ഥിരം അധ്യാപകരുടെ അക്കാദമിക മികവും ഗവേഷണ മേഖലയിലെ കോൺട്രിബ്യൂഷൻസും, സാമ്പത്തിക സ്രോതസ്സുകളും അവയുടെ വിനിമയ രീതിയും, ഗവേഷണ പ്രസിദ്ധീകരണങ്ങളുടെ നേട്ടങ്ങളും അവയുടെ ഗുണനിലവാരവും, ഗവേഷണ ബിരുദങ്ങളുടെ എണ്ണം, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഈ കലാലയങ്ങളിൽ പ്രവേശനം കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം, വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യതകൾ, കലാകായിക മേഖലകളിലെ നേട്ടങ്ങൾ, ദേശീയവും അന്തർദേശീയവുമായ ബഹുമതികൾ, വിവിധ പഠന മേഖലകളിലും അനുബന്ധ മേഖലകളിലുമുള്ള വനിതാ പ്രാതിനിധ്യം, സാമ്പത്തിക സാമൂഹിക പിന്നോക്കാവസ്ഥയിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള സൗകര്യങ്ങളും സഹായങ്ങളും, വിദ്യാർത്ഥി സൗഹൃദ പഠനാന്തരീക്ഷം, ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കുന്ന സവിശേഷമായ സൗകര്യങ്ങൾ, ഇതൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് റാങ്ക് നേട്ടങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. രാജ്യത്തെ മികച്ച 10 പൊതു സർവകലാശാലകളിൽ 2 എണ്ണം കേരളത്തിലാണ് എന്നത് അഭിമാനകരമായ നേട്ടമാണ്. ആദ്യത്തെ 50-ൽ 4 എണ്ണം കേരളത്തിൽ നിന്നാണുള്ളത്. ഓവറോൾ വിഭാഗത്തിൽ 42ാം റാങ്കും യൂണിവേഴ്സിറ്റി വിഭാഗത്തിൽ 25ാം റാങ്കും സംസ്ഥാന പൊതു സർവകലാശാലകളുടെ ലിസ്റ്റിൽ 5ാം സ്ഥാനവും നേടി കേരള സർവകലാശാല മികച്ച പ്രകടനം കാഴ്ചവച്ചിരിക്കുകയാണ്. ഓവറോൾ റാങ്കിങ്ങിൽ IITകളാണ് പ്രധാനമായും ആദ്യ റാങ്കിൽ വരിക. അവ സിംഗിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ള നിലയിലാണല്ലോ പ്രവർത്തിക്കുന്നത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഓവറോൾ വിഭാഗത്തിൽ 50ാം റാങ്കും യൂണിവേഴ്സിറ്റി വിഭാഗത്തിൽ 32ാം റാങ്കും സംസ്ഥാന പൊതു സർവകലാശാലകളിൽ 6ാം സ്ഥാനവും നേടി. മഹാത്മാഗാന്ധി സർവകലാശാല ഓവറോൾ വിഭാഗത്തിൽ 79ാം റാങ്കും യൂണിവേഴ്സിറ്റി വിഭാഗത്തിൽ 43ാം റാങ്കും സംസ്ഥാന പൊതു സർവകലാശാലകളുടെ ലിസ്റ്റിൽ 17ാം റാങ്കും നേടി ശക്തമായ സാന്നിധ്യമായി തുടരുന്നു. കാലിക്കറ്റ് സർവകലാശാല 151 to 200 ബാൻഡിലാണ് ഓവറോൾ വിഭാഗത്തിൽ വന്നിട്ടുള്ളത്. യൂണിവേഴ്സിറ്റി വിഭാഗത്തിൽ 101 മുതൽ 150 വരെയുള്ള ബാൻഡിലും സംസ്ഥാന പൊതു സർവകലാശാലയുടെ പട്ടികയിൽ 38ാം സ്ഥാനത്തുമാണ് ഇടം നേടിയിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നതും ഏറ്റവും കൂടുതൽ കലാലയങ്ങളുള്ളതുമായ സർവകലാശാലയാണ് കാലിക്കറ്റ് സർവകലാശാല. കണ്ണൂർ സർവകലാശാല സംസ്ഥാന പൊതു സർവകലാശാലകളുടെ വിഭാഗത്തിൽ 51-100 ബാൻഡിൽ ഇടം നേടിയിട്ടുണ്ട്. NIRF റാങ്കിങ്ങിൽ കോളേജുകളുടെ റാങ്കിങ്ങിലും കേരളം ശക്തമായ സാന്നിധ്യമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ആകെ 74 സ്ഥാപനങ്ങൾ ആദ്യ 300-ൽ ഇടം പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ആദ്യ 100-ൽ 16 കോളേജുകളാണ് ഇടം പിടിച്ചത്. ഇത്തവണ അത് 18ആയി ഉയർന്നിട്ടുണ്ട്. 1 മുതൽ 100 വരെയുള്ള റാങ്കിൽ, അതായത് ആദ്യ 100 റാങ്കിൽ കേരളത്തിൽ 18 കോളേജുകളാണ് ഇടം പിടിച്ചിട്ടുള്ളത്. അതിൽ 4 എണ്ണം സർക്കാർ സ്ഥാപനങ്ങളാണ്, സർക്കാർ കോളേജുകളാണ്. 101 മുതൽ 150 വരെയുള്ള ബാൻഡിൽ 5 ഗവൺമെൻറ് കോളേജുകളും 5 സ്വകാര്യ സ്ഥാപനങ്ങളും ഇടം പിടിച്ചിരിക്കുന്നു. 10 കോളേജുകളാണ് ആ ബാൻഡിലുള്ളത്. 151 മുതൽ 200 വരെയുള്ള ബാൻഡിൽ
3 ഗവൺമെൻറ് കോളേജുകൾ ഉൾപ്പെടെ 9 കോളേജുകൾ ഉൾപ്പെടുന്നു. 200 മുതൽ 300 വരെയുള്ള ബാൻഡിൽ 6 ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ 37 കോളേജുകളാണ് ഇടം പിടിച്ചിട്ടുള്ളത്. ആകെ കേരളത്തിൽ 100 റാങ്കിനുള്ളിൽ 18 കോളേജുകൾ ആദ്യ 100 റാങ്കിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ആദ്യ 300-ൽ 18 ഗവൺമെൻറ് കോളേജുകളും 56 സ്വകാര്യ കോളേജുകളും ഇടം പിടിച്ചിട്ടുണ്ട്. ആദ്യ 300 റാങ്കുകളിൽ 18 ഗവൺമെൻറ് കോളേജുകളും 56 സ്വകാര്യ കോളേജുകളും ഇടം പിടിച്ചിട്ടുണ്ട്.